ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. അപ്പോൾ എല്ലാവരും ആദ്യത്തെ വീഡിയോ കണ്ട്, നമ്മുടെ സീരീസിലെ ആദ്യത്തെ വീഡിയോ കണ്ട് ക്രിസ്മസിൻ്റെ ഒക്കെ ഇടയ്ക്ക് അടുത്തൊരു വീഡിയോയും കൂടെ വരുവാണ് പഠിക്കാൻ പറഞ്ഞല്ലേ. 24 തലേന്ന് പോലും എന്താ പറയുക, ഒരു സമാധാനം തരാതെ പഠിപ്പിക്കുവാണോ എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവർക്കും. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മതി, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എല്ലാവർക്കും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡിവിസിബിലിറ്റി റൂളിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 4 3 star 9 6 ഈസ് ഡിവിസിബിൾ ബൈ 3, then what is the smallest possible value of star? 4 3 സ്റ്റാർ 9 6 എന്നത് 3 കൊണ്ട് ഹരിക്കാവുന്നതാണെങ്കിൽ സ്റ്റാറിൻ്റെ ഏറ്റവും ചെറിയ മൂല്യം എന്ത്? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്മോളസ്റ്റ് അവർ തന്നിട്ടുണ്ട്, എന്താ ചെറിയ മൂല്യം എന്ത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാറ്? 4 3 star 9 6 അല്ലേ. അപ്പൊ ഇതില് 4-നെയും 3-നെയും 9-നെയും 6-നെയും ലാസ്റ്റ് സ്റ്റാറും കൊടുക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെ എല്ലാവരെയും കൂടെ അങ്ങ് കൂട്ടും. ഇപ്പൊ തന്നെ എല്ലാവരും 4 + 3 കയ്യിലെണ്ണ തുടങ്ങി. കയ്യിലെണ്ണരുത്, ഇത് നോക്കിക്കേ. 6 + 4 10, 10 + 9 19, 19 + 3 19 + 3 കയ്യിൽ എണ്ണിക്കും, എന്നാലും പ്രശ്നമില്ല എന്ന് പറയാം. എങ്കിലും കയ്യിൽ എണ്ണരുത്. 19 + 1 എത്രയാണ്? 20 ആണ്. 20 + 2 എത്രയാണ്? 22 ആണ്. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് കണക്ഷൻ വെച്ചിട്ട് പഠിച്ചു നോക്കിക്കേ. 22 + സ്റ്റാർ. അപ്പൊ നമുക്ക് 22 + സ്റ്റാർ കിട്ടി. ഇനിയാണ് നമ്മൾ ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഏതൊക്കെ ഇട്ട് കൊടുക്കണം? 22 + 2 ഇട്ട് കൊടുക്കണം, 22 + 5, 22 + 8 അല്ലേ. അപ്പൊ 22 + 2 is equal to 24. 22 + 5 27. 22 + 8 that is equal to 30. ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇത് 3-ന് ഡിവിസിബിൾ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. ഈ 3 ആൾക്കാരും 3-ന് ഡിവിസിബിൾ അല്ലേ. 24 ഉണ്ട്, 27 ഉണ്ട്, 30 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഇത് 3-ഉം 3-ക്ക് ഡിവിസിബിൾ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് സ്റ്റാർ? സ്റ്റാറിന് വരാൻ പറ്റിയ ഏറ്റവും ചെറിയ വാല്യൂ ഏത് എന്ന് ചോദിച്ചാൽ ചെറിയ വാല്യൂ ഏത് വരണം? 2 വരണം. 2 വരുമ്പോഴല്ലേ ഏറ്റവും ചെറിയ ആളെ കിട്ടിയത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി നിങ്ങളോട് ചോദിക്കുവാണ് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് സ്റ്റാർ? വലിയ മൂല്യം ഏത്? ഏറ്റവും വലിയ മൂല്യം ഏത്, അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 പറയാൻ പറ്റും. ഇതിൽ വലിയ ആള് 30 ആണ്. 30യുടെ അവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആള് 8 ആണ്. അങ്ങനെ വന്നാൽ വലിയത് ലാർജസ്റ്റ് പോസിബിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് 38 ആണിരിക്കും അവിടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക. വലുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലുത് എഴുതുക, ചെറുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുത് എഴുതുക. ഇനി അല്ലാതെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഓപ്ഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് നമ്മൾക്ക് ഒരുപാട് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, പക്ഷെ നിങ്ങൾ ചിന്തിച്ച് കണക്ക് കൂട്ടി എഴുതണം എന്ന് മാത്രം. അതാണ് ആ ഒരു പോയിന്റിലാണ് നമുക്ക് തെറ്റുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ 30 ചാടി എഴുതും. അങ്ങനെ എഴുതരുത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് ഓഡ്? എപ്പോഴും ഒറ്റ സംഖ്യ ലഭിക്കുന്നത് ഏതിനാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നാണ് നമ്മളോട് ചോദ്യം. ഇതും എന്താണ്? സ്റ്റേറ്റ്മെന്റ് വൈസിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. 2 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ഓഡ് നമ്പേഴ്സ് എടുക്കാം. നോക്കിക്കേ. 3 + 5 8 കിട്ടിയത് അല്ലേ. അപ്പൊ 2 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ എന്താ വരുന്നത്? ഈവൻ നമ്പർ ആണ്. ഇവിടെ ഈവൻ ആണ് വരിക, ഇരട്ട സംഖ്യയാണ് വരിക, ഇരട്ട സംഖ്യയാണ് വരിക അല്ലേ. ഇനി നോക്കിക്കേ. പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. 2 ഓഡ് നമ്പേഴ്സ് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യാണ്. 3 × 5 15. അതേപോലെ 7 × 5 35. ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 ഓഡ് നമ്പർ പ്രൊഡക്റ്റ് ചെയ്താൽ എന്ന് വെച്ചാൽ എന്താ? 2 ഒറ്റ സംഖ്യകളുടെ ഗുണിതം. 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്നാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗുണിക്കുക എന്നാണ്. ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഓഡ് നമ്പർ കിട്ടും. അതേപോലെ തന്നെ ഡിഫറൻസ് ഓഫ് ടു ഓഡ് നമ്പർ, രണ്ട് ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 - 3 ചെയ്ത് നോക്കിക്കേ. 5 - 3 2, 7 - 5 2. അതും എന്ത് നമ്പറാണ് വന്നിരിക്കുന്നത്? ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, അടുത്ത ഓപ്ഷൻ നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഓഡായിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണിതം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും. രണ്ട് ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ നോക്കണം. ഡിഫറൻസ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ്, രണ്ട് ഓഡ് നമ്പേഴ്സിനെ കുറച്ചാൽ കിട്ടുന്നതും ഈവൻ നമ്പർ ഇരട്ടയായിരിക്കും. സം ഓഫ് ടു ഓഡ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഈവൻ ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് എ ഈവൻ, ബി ഓഡ്, എന്താ പറയാ, സി എന്ന് പറയുന്നത് ഈവൻ ഓർ ഓഡ്, ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല. അപ്പൊ നമ്മൾ ഏത് പറയണം? സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ്, രണ്ട് ഓഡ് നമ്പേഴ്സിനെ നമുക്ക് സം ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈവൻ നമ്പർ ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കണം. അതെല്ലാം ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. 2-3-4 കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് കേട്ടോ. അത് നിങ്ങൾ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 3-4 ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് വി റൈറ്റ് all the numbers from 1 to 100, the number of times the digit 5 occurs is. 1 മുതൽ 100 വരെയുള്ള എല്ലാ സംഖ്യകളും എഴുതുകയാണെങ്കിൽ അതിൽ 5 എന്ന അക്കം എത്ര പ്രാവശ്യം എഴുതുന്നു? എത്ര പ്രാവശ്യം 5 എന്ന് പറഞ്ഞിട്ടുള്ള ആള് വരണുണ്ട് എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ നോക്കിക്കേ, 1 മുതൽ 100 വരെ എഴുതാനേ പാടുള്ളൂ അല്ലെ? അപ്പൊ 1 മുതൽ 10 വരെ എൻ്റെ ഉള്ളിൽ 5 മാത്രമേ ഉള്ളൂ. 10 കഴിഞ്ഞിട്ട് പോകുമ്പോൾ 15-ൽ ഒരു 5 ഉണ്ട്. പിന്നെയുള്ളത് 20, 21, 25-ൽ ഒരു 5-ഇല്ലേ? 35-ലില്ലേ? 45-ലുണ്ട്. പിന്നെ 55 എന്ന് പറഞ്ഞാൽ ചാടി പോകരുത്. എന്തിലുണ്ട്? 50-ലുണ്ട്, 51, 52, 53, 54, 55, 56, 57, 58, 59. 60-ലുണ്ടോ? ഇല്ല. 65-ലാണ് ഒരു 5 ഉള്ളത്. 75, 85, 95. ഇനി പോയി 100 കഴിഞ്ഞിട്ട് പോകും. അപ്പൊ നോക്കിക്കേ, ഇതിലെല്ലാത്തിലും 5 ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇത് എത്ര ഉണ്ടെന്ന് നോക്കുക അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 30, 40, 50, 60, 70, 80, 90. ഉടനെ നോക്കുക, ആ 19 എണ്ണം ഉണ്ട്. ഓപ്ഷൻ സി 19. തെറ്റി. എത്ര 5കൾ ഉണ്ടെന്നാ ചോദിച്ചത്. ഇവിടെ 55-ൽ 2 5 ഉണ്ട്. അപ്പൊ അവിടെ 2 എണ്ണം കൂട്ടണ്ടേ? അപ്പൊ എന്തായി? 19 പ്ലസ് അവിടെ ഒരെണ്ണം കൂടെ വരുമ്പോൾ 20. ടോട്ടൽ ഇതിനകത്ത് 20 5കളുണ്ട്. സോ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, 20 5കൾ ഉണ്ടാവൂ. ഇനി ഇവിടെ 1 to 100-നുള്ള 8 എത്ര ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാലും 20 തന്നെയാണ്. 9 ചോദിച്ചാലും 20 തന്നെയാണ്. അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ആൻസേഴ്സ് എല്ലാം ഇത് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ 5 5 അല്ലെങ്കിൽ 6 6 7 7 ഒക്കെ വരുവാണെങ്കിൽ ഇതൊന്ന് ഇത് 2 അങ്ങനെ സെപ്പറേറ്റ് കൂട്ടണം കേട്ടോ. ഓരോന്നായിട്ടല്ല. 5കളൊക്കെ എത്ര എണ്ണം ഉണ്ടോ അത്രയോ എണ്ണം നമ്മൾ കണക്ക് കൂട്ടണം. 20 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ, ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നവോദയയുടെ 30-ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 6th നവോദയ പഠിക്കുന്ന എല്ലാ കുട്ടികളും, 6th വേണ്ടി പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻപുട്ട് അങ്ങോട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ജൂണിലൊക്കെ ആകുമ്പോൾ റിസൾട്ടിൽ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാവും? റാങ്കിൽ താഴെ വരും. അപ്പം നല്ല രീതിയിൽ പഠിക്കണം, സിലബസ് അറിഞ്ഞ് പഠിക്കണം. നമ്മളിവിടെ CC+ൽ ഏറ്റവും വേണ്ടപ്പെട്ട സിലബസ് മാത്രം ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് തരുവാണ്. ഇത് മാത്രം പഠിച്ചിട്ട് പോ പിള്ളേരെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തരുന്നത്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെന്റർ ഉണ്ടാവും. നിങ്ങൾക്കൊരു സാറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഉണ്ടാവും. നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ അവർ ഓൺ ദ സ്പോട്ട് അത് പറഞ്ഞു തരും. നിങ്ങൾ ചോദിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതിനൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഡയറക്റ്റ് നിങ്ങൾ അവരോട് ചോദിക്കുക. വാട്സപ്പിലൂടെ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. ഇനി മോക്ക് എക്സാം ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നല്ല മിടുക്കന്മാർ, സെറ്റ് പിള്ളേരാകും. പിള്ളേരെ നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. മിടുക്കന്മാരാണ്. ലൈവ് ക്ലാസ്സസ് കാണണം, അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അതിനകത്ത് ഉള്ളത് കാണണം, ബേസിക് ക്ലാസ്സസ് കാണണം. ഇതെല്ലാം കണ്ടിട്ടൊന്ന് പൊക്കോ. ഈ വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അടിപൊളിയാവും. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾ എല്ലാ പോർഷനും പഠിച്ചിട്ട് ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് എക്സാമിന് കിട്ടും. മാത്സിന് ഇപ്പോൾ ടീച്ചർ പറയും, ഇന്നയാൾ മാത്സിന് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ള ഹാപ്പി അല്ലേ, വേറെ എന്ത് വേണം?
അപ്പം നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എൻക്വയറിക്ക് വേണ്ടി വിളിക്കേണ്ടത് 9496949929 നമ്പറിൽ വിളിച്ച് എൻക്വയറി എടുക്കണം. എന്താണ് അവിടെ കോൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, എങ്ങനെയായിരിക്കും ഇനി പഠിക്കാൻ പറ്റുമോ, ടൈം ടേബിൾ, ഇനി സാറായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ സാറിൻ്റെ നമ്പർ ഒന്ന് തരാമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, അവർ തരും, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The product of two number is 6201. Product of two number is 6201. If one of the number is 53, find the other. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 6201 ആണ്. അതിൽ ഒന്ന് 53 ആണെങ്കിൽ മറ്റൊന്ന് കണ്ടെത്തുക. എന്തിവിടെ പറഞ്ഞിട്ടുള്ളത്? The product of two numbers, രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6201 ആണ്. അതിൽ ഒരു നമ്പർ 53 ആണെങ്കിൽ അടുത്ത നമ്പർ ഏത്? അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാം. രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് 6201 ആണ്. അതിൽ ഒരു നമ്പർ 53 ആണ്, ഒരു നമ്പർ അറിയില്ല, എക്സ് എന്ന് എടുത്തു. അപ്പം എക്സിനെ കണ്ടുപിടിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 6201 ഡിവൈഡഡ് ബൈ 53 ചെയ്യും, അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പം സെയിം ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ആ 6201 അവിടെ തരുന്ന പ്രൊഡക്റ്റിനെ തന്നിരിക്കുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം. ഇപ്പം നിങ്ങളോട് പറയാണ് ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാൾ ഇരട്ടിയാണ് അല്ലെങ്കിൽ 2 മടങ്ങാണ്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ എക്സ് എഴുതി 2x ഒക്കെ എഴുതി തന്നെ എക്സിന്റെ രീതി തന്നെ കണ്ടുപിടിക്കണം. ഇനി ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എക്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഡയറക്റ്റ് 6201 ഡിവൈഡഡ് ബൈ 53 ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, എല്ലാത്തിലും 1 ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 1 വെച്ചിട്ട് കൊടുക്കുക. വെച്ചിട്ട് കൊടുത്തു. നമുക്ക് 12ൽ നിന്നാണ് 3 പോകേണ്ടത്. 12ൽ നിന്ന് 2 പോയാൽ നമുക്ക് 10 ആണ്, 10ൽ നിന്ന് 1 പോയാൽ നമുക്ക് 9 ആണ്. സോ 9. ഇനി നമ്മൾ ആരെ ഇറക്കണം? താഴത്തോട്ട് ഇറക്കണം. 90. 50 + 50 100. അപ്പൊ നമുക്ക് ഒരെണ്ണം തന്നെ വരത്തുള്ളൂ. സോ 1 എന്ത് കൊടുത്തു? 53 കൊടുത്തു. 10 8 ആയി. 7 3 37 കൊടുത്തു. ഇനി നമ്മൾ ഇതേ 1നെ എടുത്ത് താഴത്തോട്ട് ഇറക്കി. അപ്പൊ ഇനി ഇവിടെ 1 അടുപ്പിച്ച് വരുമ്പോൾ 119ഉം 117ഉം നമുക്ക് 117 ചെയ്ത് നോക്കാം. 53 × 7 53 × 7 371. അപ്പൊ ആൻസർ എന്താ? എക്സിന്റെ വില എന്താ? എക്സിന്റെ വില എന്തെന്ന് നമുക്ക് കിട്ടി? ഇതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 117. ഡയറക്റ്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി ഒരെണ്ണം എക്സും ഒരെണ്ണം അതിന്റെ 2 മടങ്ങ്, അങ്ങനെയൊക്കെ ഒരെണ്ണം അടുത്ത നമ്പറിനേക്കാൾ 2 മടങ്ങാണ്. ഇഫ് വൺ നമ്പർ ഈസ് ട്വൈസ് അതർ നമ്പർ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ എക്സ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾ അതിനെ രണ്ടുപേരെയും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്തോളൂ. ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. 117 ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യന്റെ മാറ്റം മാത്രമാണ് പറയുന്നത് കേട്ടോ. 2 നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് 5238 ആണ്. അതിലെ ഒരു നമ്പർ 79 ആണെങ്കിൽ അടുത്ത നമ്പർ എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണം. പോയിന്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോയിന്റ് ഇട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഇപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 2 ഡിജിറ്റ്, ഇപ്പൊ 38.21 അങ്ങനെയൊക്കെ വെച്ച് നിർത്തിപ്പോ. ഇത് ആൻസർ എന്നല്ല, ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് നിർത്താം. അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും, ഡൗട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കണം. അതേപോലെ നമ്മുടെ ബാച്ചിലെ എൻക്വയറിക്ക് വേണ്ടി നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്ക്രോളിൽ ഉണ്ടാവും, അതിലൊന്നും കൂടെ നോക്കി കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ.